അരട്ടൈ 3 വേർഷനിലാണ് വരുന്നത്. 1 മൊബൈൽ ആപ്പ്, 2 ബ്രൗസർ, 3 TV ആപ്പ്. എല്ലാ സ്മാർട്ട് ടിവികളിലും എടുക്കാവുന്ന അരട്ടൈ TV ആപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി അല്ലെങ്കിൽ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കായി ലാർജർ സ്ക്രീനിൽ TV ആപ്പ് വഴി വീഡിയോ കോൾ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് വഴി കണക്ട് ചെയ്താൽ മതി. സൂപ്പർ വീഡിയോ ക്ലാരിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയുമുണ്ട്. ഈ സൗകര്യം വാട്സപ്പിനില്ല. അതുപോലെ തന്നെ അരട്ടയിൽ പറ്റും വിധം ബ്രൗസറിൽ നിന്ന് നേരിട്ട് ഓഡിയോ വീഡിയോ കോൾ ചെയ്യാനും വാട്സപ്പിൽ പറ്റില്ല. അതിന് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ പോയി വാട്സപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഗ്രൂപ്പ് മെസ്സേജുകളിൽ ഒരു ഗ്രൂപ്പ് അംഗം ഏതെങ്കിലും മെസ്സേജ് മെൻഷൻ ചെയ്താൽ അതൊരു ഡെഡിക്കേറ്റഡ് ടാബിൽ കാണിക്കും. പ്രധാനപ്പെട്ട മെസ്സേജുകൾ അടിയിലായി പോകുന്നതും തുടർന്ന് വരുന്ന ചാറ്റിൽ അപ്രസക്തമായി പോകുന്നതും ഇത് ഒഴിവാക്കും. ഈ ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് സൗകര്യവും അരട്ടൈ ആപ്പിലുണ്ട്. മറ്റൊന്ന് പരസ്യങ്ങളില്ലാത്ത ആഡ് ഫ്രീ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അരട്ടയുടെ യൂസർ ഡാറ്റ മുഴുവൻ ഇന്ത്യൻ ഡാറ്റാ സെൻറ്ററുകളിലാണ്. യൂസർ ഡാറ്റ മറ്റ് കമേഴ്ഷ്യൽ യൂസിനായി ഷെയർ ചെയ്യുന്നത് ഇത് തടയും. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഓഡിയോ കോളുകൾ എൻക്രിപ്റ്റഡ് ആണ്. ഇനി വരാനുള്ളത് മെസ്സേജിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ്. അത് എത്രയും വേഗം സാധ്യമാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത് ശ്രീധർ വെമ്പു തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ വാട്സപ്പിലെ ടെക്സ്റ്റ് മെസ്സേജ് സ്ക്രീൻഷോട്ടായോ ഫോർവേഡായോ മൂന്നാമത് ഒരാളിലേക്ക് എത്തപ്പെടുമല്ലോ. ഓപ്പണായ കമ്മ്യൂണിക്കേഷൻ്റെ കാലത്ത് പൊതു പ്ലാറ്റ്ഫോമുകളിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നത് ഒരു വിശ്വാസം മാത്രമല്ലേ? അതുകൊണ്ട് വാട്സപ്പ് ആയാലും ടെക്സ്റ്റ് ചാറ്റിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നത് നമുക്കൊരു ഉറപ്പിന് കൊള്ളാം.